എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 9 ശ്ലോകം 41, 42, 43, 44, 45, 46, 47, 48, 49 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 9ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അശ്മകന്റെ പുത്രൻ മൂലകനാണെന്ന് പറഞ്ഞു. ആ മൂലകന്റെ പുത്രൻ ദശരഥൻ. പിന്നെ ആ വംശത്തിനെ പറ്റിയിട്ട് പറയുന്നു. ശ്ലോകം 41. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ ദശരഥസ്തസ്മാൽ പുത്രായിഡവിഡസ്തഥാ രാജാ വിശ്വസഹോ യസ്യ ഖട്വാംഗശ്ചക്രവർത്യഭൂത്. മൂലകന്റെ പുത്രൻ ദശരഥൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഐഡവിഡൻ, അദ്ദേഹത്തിന്റെ പുത്രൻ വിശ്വസഹൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഖട്വാംഗൻ, ആ ഖട്വാംഗൻ ചക്രവർത്തിയായിട്ട് ഭവിച്ചു. യോ ദേവൈരർത്ഥിതോ ദൈത്യാൻ അവധീൽ യുധി ദുർജയ മുഹൂർത്തമായുർജ്ഞാത്വേത്യ സ്വപുരം സന്ദധേ മന. ദുർജയ ജയിക്കപ്പെടാൻ കഴിയാത്ത യാതൊരുവൻ ദേവൈ അർത്ഥിത ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് യുദ്ധത്തിൽ ദൈത്യാൻ അസുരന്മാരെ അവധിൽ വധിച്ചു. ആയുസ് മുഹൂർത്തം ജ്ഞാത്വ മുഹൂർത്തകാലം എന്നറിഞ്ഞിട്ട് സ്വപുരം ഏത്യ സ്വപുരത്തെ പ്രാപിച്ചു. മന സന്തധേ മനസ്സിനെ സന്ധാനം ചെയ്തു. ഈ ഖട്വാംഗ മഹാരാജാവ് മഹാപരാക്രമിയായിരുന്നു. അപ്പോ ദൈത്യന്മാരെ വധിക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ടപ്പോ ഇത്രയും പരാക്രമിയായിട്ട് ആ ഖട്വാംഗ മഹാരാജാവിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ദേവന്മാർക്ക് സാധിക്കണില്ല അവരെ വധിക്കാൻ. അപ്പോ അദ്ദേഹത്തിനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ദേവലോകത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് ദൈത്യന്മാരെയൊക്കെ വധിച്ചു. അനവധി കാലം അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അങ്ങനെ കുറെ വർഷത്ത് കഴിഞ്ഞപ്പോ സന്തോഷിച്ചു. ദേവന്മാർക്ക് സന്തോഷായി. ദേവന്മാരെ എന്താണ് വരം വേണ്ടത്, വരം നൽകാമെന്ന് പറഞ്ഞു ഖട്വാംഗനോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം എത്ര കാലം നിലനിൽക്കുന്നു എന്ന് പറയൂ, അതറിഞ്ഞിട്ട് പിന്നെ വരം സ്വീകരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് നോക്കിയപ്പോ ഒരു മുഹൂർത്ത കാലം അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് ആയുസ്. ദേവന്മാര് പറഞ്ഞു. ഉടനെ രാജാവ് ആ ദേവന്മാരെ കൊടുത്ത വിമാനത്തിലിരുന്ന് എനിക്ക് വേഗം പോകണം, ഭൂലോകത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വേഗം ഒരു വിമാനം കൊടുത്തു. രാജധാനിയിൽ വന്നു. മനസ്സിനെ ഈശ്വരനങ്ങട് ഉറപ്പിച്ചു അദ്ദേഹം. നമേ ബ്രഹ്മകുലാൽ പ്രാണ കുലദൈവാൻ ന ചാത്മജാഃ നിശ്രേയോ ന മഹീരാജ്യം ന ദാരാശ്ചാദിവല്ലഭാഃ. കുലദൈവമായിരിക്കുന്ന ബ്രഹ്മകുലാൽ ബ്രഹ്മകുലത്തേക്കാൾ പ്രാണങ്ങൾ, ആത്മജാഹ പുത്രന്മാർ, നിശ്രേയ പരമപുരുഷാർത്ഥം, മഹി ഭൂമി രാജ്യം, ദാരാഹ ഭാര്യ, ഇവ ന അതിവല്ലഭാതിപ്രിയങ്ങളല്ല. അത്ര സമയമുള്ളൂ എന്ന് പറഞ്ഞല്ലേ ഖട്വാംഗനും. അദ്ദേഹം ഭഗവാന് തന്നെ മനസ്സങ്ങോട്ട് ഉറപ്പിച്ചു. അതെങ്ങനെയാണ് അദ്ദേഹം സർവേശ്വരന് മനസ്സിൽ ഉറപ്പിച്ചെന്ന് പറയാണ്. 5 ശ്ലോകം കൊണ്ടാണ് ഞാൻ അത് പറയണത്. അദ്ദേഹം വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, എന്റെ കുലദൈവമായിരിക്കുന്ന ബ്രാഹ്മണ കുലത്തെക്കാളും എന്റെ പ്രാണൻ, പുത്രന്മാര്, ഭൂമി, രാജ്യം, ഭാര്യ, പരമപുരുഷാർത്ഥം, ഇതൊന്നും എനിക്ക് അതിനേക്കാളും വലുതല്ല. എന്റെ കുലദൈവമായ ആ ബ്രാഹ്മണ കുലം തന്നെയാണ് എനിക്ക് വലുത്. ന ബാല്യേ വിമതിർമഹ്യം അധർമ്മേ രമതേ ക്വചിൽ നാപശ്യമുത്തമ ശ്ലോകാത് അന്യൽ കിഞ്ചന വസ്ത്വഹം. ബാല്യത്തിലും മഹ്യം മതി എന്റെ മനസ്സ്, അധർമ്മത്തിൽ കൊച്ചിൽ ഒരു കാലത്തും രമിക്കുന്നില്ല. ഉത്തമ ശ്ലോകളിൽ നിന്ന് അന്യൽ വസ്തു അന്യതായ വസ്തുവിനെ കിഞ്ചന അല്പവും ന അഹം അപശ്യം ഞാൻ കണ്ടിട്ടില്ല. ബാല്യകാലത്തിലും കൂടി എന്റെ മനസ്സ് ആപത്ത് വന്നപ്പോൾ പോലും അധർമ്മത്തിൽ ഞാൻ രമിച്ചിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് പോലും ഉത്തമ ശ്ലോകനായ ഭഗവാൻ ഒഴികെ അന്യമായ യാതൊരു വസ്തുവിനെയും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കുട്ടിക്കാലം മുതലേ എന്റെ മനസ്സ് ഭഗവാനിൽ തന്നെയായിരുന്നു. ദേവൈ കാമവരോ ദത്തോ
മഹ്യം ത്രിഭുവനേശ്വരേ ന വൃണേതമഹം കാമം ഭൂതഭാവന ഭാവന. ത്രിഭുവനേശ്വരേഹി, 3 ലോകങ്ങൾക്ക് ഈശ്വരന്മാരായ ദേവൈ, ദേവന്മാരാൽ കാമവര, അഭീഷ്ടവരം മഹ്യം ദത്ത, എനിക്കു ദാനം ചെയ്യപ്പെട്ടു. ഭൂതഭാവന ഭാവന, അഹം, ഭൂതങ്ങളെ പാലിക്കുന്ന ഭഗവാനെ ഭാവിക്കുന്ന ഞാൻ. തം കാമം, ആ കാമത്തെ, ന വൃണേ, വരിക്കുന്നില്ല. 3 ലോകങ്ങൾക്കും അധിപന്മാരായ ഇന്ദ്രാദേവന്മാര് അഭിഷ്ടമായ വരം സ്വീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. സർവഭൂതങ്ങളെയും രക്ഷിക്കുന്ന ഭഗവാനെ മാത്രം ധ്യാനിക്കുന്ന ഞാൻ അവരിൽ നിന്ന് യാതൊരു അഭിഷ്ടത്തെയും വരിച്ചില്ല. ഭഗവത് അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിക്കുന്ന എനിക്ക് മറ്റു വരങ്ങൾ കൊണ്ട് ഒരു ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വരമൊന്നും വേണ്ടെന്ന് ഞാൻ അവരോട് പറയും. യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സ്വഹൃദി സ്ഥിതം ന വിന്ദതി പ്രിയം ശശ്വത് ആത്മാനം കിമുദാപരേ. വിക്ഷിപ്തധിയ, വിക്ഷിപ്തങ്ങളായ ഇന്ദ്രിയങ്ങളോടും ബുദ്ധിയോടും കൂടിയ ദേവാഹ, ഏ ദേവന്മാർ, ഏ ദേവന്മാർ യാതൊരുത്തരോ, തേ, ആ ദേവന്മാർ, സ്വഹൃദി സ്ഥിതം, അവരുടെ ഹൃദയത്തിൽ സ്ഥിതനും പ്രിയം, പ്രിയസ്വരൂപനുമായ ആത്മാനം, ആത്മാവിനെ, ന വിന്ദന്തി, അറിയുന്നില്ല. അപരേ കിമുത, മറ്റുള്ളവരെ പിന്നെ പറയണം. ഈ ജനങ്ങള് സ്വർഗാദി സുഖങ്ങളെ ആഗ്രഹിക്കാൻ എന്താണ് കാരണം എന്നതിന് സമാധാനം പറയാം. ഇന്ദ്രിയങ്ങളെയും ബുദ്ധിവൃത്തിയെയും അടക്കാൻ ശക്തിയില്ലാത്ത ദേവന്മാരുകൂടി അവരുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രിയസ്വരൂപനായി വസിക്കുന്ന പരമാത്മാവിനെ അറിയുന്നില്ല. ദേവന്മാര് പോലും. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയണോ എന്ന് പറയണം. ഭഗവത് സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് സ്വർഗാദി സുഖങ്ങൾ കാക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. അധേശമായാരജിതേഷു സംഗം ഗുണേഷു ഗന്ധർവ പുരോപമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുർഭാവേന ഹിത്വാ തമഹം പ്രപദ്യേ. ഈശമായ രചിതേഷു, ഈശ്വരമായയാൽ സൃഷ്ടിക്കപ്പെട്ടവയും ഗന്ധർവ പുരോപമേഷു, ഗന്ധർവപുരത്തിനു തുല്യങ്ങളായ ഗുണേഷു, ഗുണങ്ങളിൽ, പ്രകൃത്യ, സ്വതേ തന്നെ, ആത്മനിരൂഢം സംഘം, മനസ്സിൽ ഉറച്ചിരിക്കുന്ന സംഘത്തെ, ഹിത്വ, ഉപേക്ഷിച്ചിട്ട്, വിശ്വകർത്തുർഭാവേന, വിശ്വകർത്താവിന്റെ ഭാവം കൊണ്ട്, അഹം, ഞാൻ, തം, അദ്ദേഹത്തെ, പ്രപദ്യേ, ശരണം പ്രാപിക്കുന്നു. ഈശ്വരന്റെ മായാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടതാകയാൽ ക്ഷണകാലം കൊണ്ട് കാണാതായി പോകുന്ന ഗന്ധർവ നഗരം പോലെ ക്ഷണഭംഗുരങ്ങളായ ദേഹേന്ദ്രിയാദികളിലും ഭോഗ്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിലും സ്വഭാവത്തിൽ തന്നെ ജനിക്കുന്ന സംഘത്തെ തീരെ ഉപേക്ഷിച്ചിട്ട് വിശ്വനിർമ്മാതാവായിരിക്കുന്ന സർവേശ്വരനെ സർവാത്മഭാവത്തോടുകൂടി ഞാൻ ശരണം പ്രാപിക്കുന്നു. നിമിഷ നേരം കൊണ്ട് കാണാതായി പോണതാണ് ഗന്ധർവ നഗരം. ഗന്ധർവം അതൊരു സങ്കല്പമാണെന്നാണ് പറയണത്. അങ്ങനെ അതാണ് മനുഷ്യന്റെ സ്വഭാവം. അതാണ് ഇതില് ഇങ്ങോട്ട് വിഷയങ്ങളിൽ കുടുങ്ങി മായയിൽ പെട്ട് അങ്ങനെ ജീവിക്കാം. ഞാൻ ഇതിനെയെല്ലാം, ഈ മായയെല്ലാം അതിക്രമിച്ച് ഇതിലൊന്നും സ്വീകരിക്കാതെ ആ വിശ്വം തന്നെ നിർമ്മിച്ചിരിക്കുന്ന, വിശ്വനിർമ്മാതായിരിക്കുന്ന ആ സർവേശ്വരനെ സർവാത്മഭാവത്തോടുകൂടി ഞാൻ ശരണം പ്രാപിക്കുന്നു. ഖട്വാങ്ക മഹാരാജാവ് പറയുന്നു. ഇതി വ്യവസിതോ ബുദ്ധ്യാ നാരായണ ഗൃഹീതയാ ഹിത്വാന്യഭാവമജ്ഞാനം തതസ്വം ഭാവം ആശ്രിത. നാരായണ ഗൃഹീതയാ ബുദ്ധിയാ, നാരായണനാൽ ഗ്രഹിക്കപ്പെട്ട ബുദ്ധി കൊണ്ട്, ഇതി വ്യവസിത, ഇപ്രകാരം നിശ്ചയിച്ചവനായിട്ട്, അജ്ഞാനം, അജ്ഞാനത്തെയും, തഥാ അന്യഭാവം, അത് നിമിത്തമുള്ള അന്യഭാവത്തെയും, ഹിത്വ, ഉപേക്ഷിച്ചിട്ട്, സ്വംഭാവം, സ്വാത്മാവിനെ ആശ്രയിച്ചു. ഭഗവാന് മനസ്സിലായി. ഭഗവാനോടുള്ള പ്രാർത്ഥന, ഖട്വാങ്കന്റെ ഭക്തി ഇത്രയും ദൃഢമായിട്ട് ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭക്തവത്സലനായ ഭഗവാൻ തന്നെ ആ ഖട്വാങ്കന്റെ ബുദ്ധിയെ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു. ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ദൃഢമായിട്ട് ഉറപ്പിക്കാൻ ഖട്വാങ്കിന് സാധിച്ചു. ഭഗവാൻ തന്നെ അനുവദിച്ചതുകൊണ്ടാണ്, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയും ഒരു ഭക്തി ഖട്വാങ്കിന് ഉണ്ടായത് എന്ന് പറയുന്നു. അങ്ങനെ ദൃഢമായ ഭഗവത് ഭാവം നിമിത്തം ആവരണമെല്ലാം നശിച്ചു. അതുകൊണ്ട് ദേഹം മുതലായിട്ടുള്ള ആ ശരീരത്തിന്റെ ഒരു അഭിമാനം എല്ലാം നശിച്ച് പരമാത്മഭാവത്തെ പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. യൽതൽ ബ്രഹ്മപരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേതി യം ഗൃണന്തി
സത്വതാ. സൂക്ഷ്മം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും, ശൂന്യകൽപ്പിതം, ശൂന്യം എന്ന പോലെ കൽപ്പിക്കപ്പെടുന്നതും, അശൂന്യം, ശൂന്യമല്ലാത്തതുമായ പരംബ്രഹ്മായത്, പരബ്രഹ്മം യാതൊന്നു, തത് അതിനെ പ്രാപിച്ചു. ഭഗവാൻ വാസുദേവ ഇതി, ഭഗവാനായ വാസുദേവനെന്ന് സത്വത ഭക്തന്മാർ യം ഗൃണന്തി, യാതൊരുവനെ പറയുന്നു. അപ്പൊ ഖട്വാങ്കൻ പ്രാപിച്ച ആ പരമാത്മഭാവത്തെ സ്പഷ്ടമായിട്ട് പറയാണ്. വേദാന്തങ്ങളിലെ യാതൊരു വസ്തുവിനെ പരബ്രഹ്മമെന്ന് പറയുന്നുവോ, ശൂന്യമല്ലാതെ യാതൊന്ന് പരമാർത്ഥ വസ്തുവായിരിക്കുന്നതോ, എല്ലാവരും ശൂന്യം ശൂന്യം എന്ന് പറയും. പരബ്രഹ്മം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിനെ പറയാന്നുള്ളത് ആർക്കും അറിയില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അത് അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഒന്നും വർണ്ണിക്കാൻ പറ്റാത്തതായ എങ്ങനെയാണ് ബ്രഹ്മത്തിന്റെ രൂപം എന്ന് ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല. അതാണ് യാതൊരുവനെ സത്വഗുണപ്രധാനന്മാരായ ഭക്തന്മാർ ഭഗവാനായ വാസുദേവനെന്ന് പറയുന്നുവോ, ആ വസ്തുവിനെ, അതായത് പരമാത്മാവിനെ ഖട്വാങ്കൻ പ്രാപിച്ചു. അതിന്റെ സാരം എന്താ വെച്ചാൽ, ഖട്വാങ്കൻ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് പരമാത്മാവായി ഭവിച്ചു. പരബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചു അദ്ദേഹം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതെങ്ങനെയാണ് ഖട്വാങ്കൻ എങ്ങനെ എത്ര ക്ഷണനേരം കൊണ്ട്, ആയുസ് ഇത്രയേ ഉള്ളൂ നമ്മൾ അറിഞ്ഞപ്പോ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചങ്ങട് ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നുള്ളതിന് നമുക്ക് അടുത്ത കാലത്ത് വെച്ചാൽ അധികം കാലൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇതേമാതിരി ഒരു മഹാത്മാവ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങക്ക് ഇനി അധികം ആയുസ്സൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഒരു ഭാവം ഭഗവാനിലേക്ക് അങ്ങോട്ട് ഉറച്ച് ശേഷ ആയുഷ തോഷയേ എന്ന് പറഞ്ഞു അങ്ങോട്ട് നമസ്കരിച്ചു അത്ര. അങ്ങനെ ആ നമസ്കാരം കൊണ്ട് അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു പറയുന്നുണ്ട്. അപ്പൊ അത് സാധിക്കും. അത്രയും ദൃഢഭക്തിയോട് കൂടിയിട്ട് ഭഗവാനിൽ അങ്ങോട്ട് മനസ്സുറപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല. അദ്ദേഹത്തിന് സാധിച്ചു ഖട്വാങ്കന്റെ പോലെ. ഈ 9ാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അടുത്തത് 10ാമത്തെ അധ്യായത്തില് ഭഗവാൻ ശ്രീഹരി ശ്രീരാമനായി അവതരിച്ച കഥ പറയണു. ഖട്വാങ്കന്റെ വംശത്തിലാണ് ശ്രീരാമാവതാരം. അത് നമുക്ക് നാളെ കേൾക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.